ക്ലിക്ക് ഓൺ വീക്കെൻഡ് അറേബ്യ മറ്റൊരു ഘട്ടം പിന്നിടുകയാണ്. 75ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാ കൊല്ലവും നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനങ്ങളിൽ ഇടം കിട്ടാതെ പോകുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഗൾഫിലെ സാധാരണക്കാരായ പ്രവാസികൾ. അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പോലും ഒരു വേദിയില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇതിനൊരു പരിഹാരമായിട്ടാണ് UAE ഇന്ത്യൻ അംബാസഡർ TP സീതാറാം ഒരു വേദി ഒരുക്കിയത്. പോയ വാരം നടന്ന ആ വേദിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പ്രവാസത്തിന്റെ അത്ര തന്നെ ആയുസുണ്ടെങ്കിലും സ്വന്തം സർക്കാരുകളോ നേതാക്കളോ അവയെ മുഖവിലക്കെടുക്കാറില്ല. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ എത്ര മാറിയാലും ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി കോരന്മാർക്ക് കഞ്ഞി കുമ്പിളിൽ തന്നെയാണ് എന്നതാണ് വസ്തുത. എന്നാൽ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ UAE ഇന്ത്യൻ എംബസിയും കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയവും ചേർന്ന് സംഘടിപ്പിച്ച സർക്കാർ തല പ്രവാസി സമ്മേളനം പ്രതീക്ഷകൾക്ക് നാം വിടുന്നതാണ്. UAE ഇന്ത്യൻ പ്രവാസി സംഘടനകളെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാർ പ്രതിനിധികളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി പ്രശ്നങ്ങളും പദ്ധതികളും ചർച്ച ചെയ്തതോടെ പ്രവാസ ലോകത്തിന് ഇത് ആദ്യത്തെ അനുഭവമായി. സർക്കാർ സേവനങ്ങൾ ഫലപ്രദമായി പ്രവാസി സമൂഹത്തിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടത്തിയ സമ്മേളനം പ്രവാസി കൂട്ടായ്മകളും കാര്യമായാണ് ഏറ്റെടുത്തത്. കേരളം, തമിഴ്നാട്, ഗോവ, തെലുങ്കാന, രാജസ്ഥാൻ തുടങ്ങി 5ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ അതിഥികളായി എത്തിയപ്പോൾ പുതിയ പ്രതീക്ഷകളാണ് പ്രവാസ ലോകത്തിന് നൽകിയത്. വിമാന ടിക്കറ്റ് ചാർജ് വർധനയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രവാസി സംഘടനാ പ്രതിനിധികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. If I call all the people from here, they'll come. It has spent nearly 14.6 million on ISWF in helping 19,179 Indians abroad in the last 2 years. But we have never heard of any labor in this country getting this side benefit. പ്രവാസി വോട്ടവകാശവും പ്രവാസി നിക്ഷേപ പദ്ധതിയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും തുടങ്ങി പരാതികളുടെ കെട്ടഴിക്കുകയായിരുന്നു ഒരേ സ്വരത്തിൽ സംഘടനാ പ്രതിനിധികൾ. 60 വയസ്സിന് ശേഷം ജോലിയിൽ നിന്ന് പിരിഞ്ഞ് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് പ്രത്യേക നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ UAE എക്സ്ചേഞ്ച് CEO Y സുധീർ കുമാർ ഷെട്ടി അവതരിപ്പിച്ചപ്പോൾ മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന ജനകീയമാക്കുന്നതിനെക്കുറിച്ച് പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ KV ഷംസുദ്ദീൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. If you have that kind of awareness, financial awareness class all over India for the expatriate families and expatriate all the GCC countries, that situation can change. And Mahatma Gandhi Pravasi Suraksha Yojana, that is an excellent product. Unfortunately, it is not reaching to the masses. So we have number of people in Kerala who have not completed their matriculation or studied beyond 12th, where these students can be trained for technical areas, like we have acute shortage of plumbers, shortage of electricians. UAE പ്രവാസി ഇന്ത്യക്കാരുടെ യഥാർത്ഥ കണക്കെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് മാധ്യമപ്രവർത്തകനായ മാത്തുക്കുട്ടി കടോണും ഗൾഫിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകൃതമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദുബായ് KMCC പ്രസിഡന്റ് അൻവർ നഹയും ആവശ്യപ്പെട്ടു. ആത്മഹത്യകൾ പെരുകിവരുന്ന സാഹചര്യത്തിൽ എംബസിയുടെ നേതൃത്വത്തിൽ ആത്മഹത്യാ വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണമെന്ന മാധ്യമപ്രവർത്തകൻ VM സതീശിന്റെ നിർദ്ദേശവും പ്രവാസികൾക്ക് ഗൾഫിൽ PSC പരീക്ഷ എഴുതാൻ സൗകര്യമൊരുക്കണമെന്ന യൂത്ത് ഇന്ത്യ പ്രതിനിധി അബ്ദുള്ള സവാദിന്റെ നിർദ്ദേശവും ഏറെ ശ്രദ്ധേയമായി. Is there any provision to open a PSC center here in UAE? Because like we have came here and we don't have the opportunity to apply for any PSC exams in Kerala. പരാതികളുടെ ശരവർഷങ്ങൾക്കിടയിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു അംബാസിഡർ TP സീതാറാമിന്റെ പ്രതികരണം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും ആവശ്യമായ തുക ചെലവഴിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇപ്പോൾ ഈ ഇവന്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് നന്നായിട്ട് അസസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഒരുപാട് നല്ല സജഷൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതിലുള്ള വീക്ക്നെസ് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഇതൊരു കമ്മ്യൂണിക്കേഷനിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് തോന്നുന്നു. കമ്മ്യൂണിക്കേഷൻ ഒരു തവണ ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കത് കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കണ്ടിന്യൂഡ് എൻഗേജ്മെൻറ്റ് വിത്ത് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കേരളത്തിന്റെ പ്രതിനിധിയായി എത്തിയ നോർക്ക സെക്രട്ടറി റാണി ജോർജ് നോർക്ക പദ്ധതികൾ കൂടുതൽ ജനകീയമാക്കുമെന്നും അതിന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും അറിയിച്ചു. നമ്മുടെ കുറച്ച് ഒരു അവയർനെസ് ക്രിയേഷൻ നമ്മൾ ചെയ്തു. അത് പക്ഷേ ഓഡിയോ വിഷ്വൽ അതുപോലെ ഓഡിയോ വിഷ്വൽ പ്രിൻ്റ് മീഡിയയിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഇതിൻ്റെ ഒരു പ്രചാരം ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ പ്രവാസികളിലേക്കും എത്താൻ സാധിക്കും. 10 ലക്ഷത്തിലധികം വരുന്ന UAE-യിലെ മലയാളി പ്രവാസികളിൽ പക്ഷേ നോർക്കയുടെയും സർക്കാരിൻ്റെയും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർ വളരെ കുറവാണ്. പുതിയ പദ്ധതികളൊന്നും സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും നിലവിലുള്ള പദ്ധതികൾ എത്ര കണ്ട് ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. അബുദാബി ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചർ ഹാളിൽ സമ്മേളനം 4 സെഷനുകളിലായിട്ടായിരുന്നു നടന്നത്. ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി, പ്രശ്നപരിഹാരത്തിന് സംഘടനകളുടെ പങ്ക്, പ്രവാസി പുനരധിവാസം, തൊഴിലുടമകളുടെ കാഴ്ചപ്പാട് എന്നിങ്ങനെ വ്യത്യസ്ത തലക്കെട്ടുകളിലായിരുന്നു ചർച്ച നടന്നത്. പ്രവാസി ഭാരതീയ ദിവസ് പോലെ ഒരു ഉത്സവം മാത്രമായി ഒതുങ്ങാതെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് പ്രവാസി സമൂഹത്തിനൊന്നടങ്കം ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. എന്നാൽ ഇതിന്റെ തുടർച്ചയും തുടർ നടപടികളും കാത്തിരുന്ന് കാണേണ്ടതുമാണ്. എന്റെ നമ്പർ എപ്പോൾ വരുമെന്ന പ്രവാസിയുടെ ചോദ്യത്തിന് ഒരു മറുപടിയാണോ ഈ സമ്മേളനം എന്നത് അധികൃതരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് തെളിയിക്കേണ്ടത്.